ഓസ്ട്രേലിയയിലെ ലേഷർ ക്ലബിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണ് അതൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേഷർ ക്ലബ്ബുകളുണ്ട്. അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുണ്ട്, നമുക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റും. അതിന് മണിക്കൂർ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ചില വീടുകളുടെ ഒരു കുറേ അധികം വീടുകളുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഷിയാസുണ്ട്. ആ ഷിയാസും ഒരു ജമീലും അവർ താമസിച്ചുകൊണ്ടിരുന്ന ആ വീടിൻ്റെ കോമ്പൗണ്ടിലൊരു ലേഷർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന എല്ലാവർക്കും അത് ഫ്രീ ആയിരുന്നു. അവിടെ നമുക്ക് ടെന്നീസ് കളിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, സോന ഉണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അത് പെയ്ഡും അല്ലായിരുന്നു, അവിടുത്തെ റെസിഡൻസിന് പെയ്ഡും അല്ലായിരുന്നു. നേരെ മറിച്ച് പെയ്ഡായിട്ടുള്ള ഒരുപാട് ലേഷർ ക്ലബ്ബുകളുണ്ട്. അവൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തത് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് തന്നെയായിട്ട് ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ പുരുഷന്മാരോട് മിങ്കിൾ ചെയ്യാതെ സ്ത്രീകൾക്ക് തന്നെയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ബുക്ക് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഷട്ടിൽ കോർട്ട്, ബാസ്ക്കറ്റ്ബോൾ കോർട്ട്, അങ്ങനെ എല്ലാ സിറ്റികളിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ലേഷർ ക്ലബ്ബുകൾ അവിടെ